ഹായ് നമസ്കാരം, എല്ലാവർക്കും ദ എക്കണോമിക് മെന്ററിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്ലാസ് 12 NCERT എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കയറി കാണുക. അതിനുശേഷം ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിനകത്തിലെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്, അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ റിസോഴ്സസ്, അതായത് ഈ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് അല്ലെങ്കിൽ നമ്മൾ സ്കേഴ്സ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. സ്കേഴ്സ് എന്നാണ് സൂചിപ്പിക്കുക. അതായത് ഈ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പം ഈ റിസോഴ്സസിന്റെ എന്താ പറയുക, അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്കണോമിയിൽ പലതരം പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിലേക്ക് നമ്മൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എക്കണോമിയുടെ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസോഴ്സുകൾ പ്രധാനമായിട്ട് ലാൻഡ്, ലേബർ, അതുപോലെ ക്യാപിറ്റൽ, പിന്നെ ഓൺട്രപ്രണർഷിപ്പ്. ഇത്രയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലാൻഡ് ഒരു റിസോഴ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ രാജ്യത്ത് ലാൻഡ്, അതായത് കൃഷിഭൂമി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രദേശമുണ്ട്. ഓക്കെ, നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാൻഡ് ഉപയോഗിക്കാം. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൃഷിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കയ്യിലൊരു ലാൻഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ആ ലാൻഡിനെ നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് കൃഷി വളരും, പക്ഷേ മാനുഫാക്ചറിങ് യൂണിറ്റ് വളരത്തില്ല. അതേസമയം നമ്മൾ ആ ലാൻഡിനെ മാനുഫാക്ചറിങ് യൂണിറ്റിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി വളരും, പക്ഷെ അഗ്രികൾച്ചർ വളരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ ഈ ആൾട്ടർനേറ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലാൻഡിന്റെ, ഇപ്പം ഇത് ഇത്ര ഒരു ലാൻഡ് നമ്മുടെ റിസോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ 50% നമ്മൾ ഈ പറയുന്ന അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി കൊടുക്കുക, ബാക്കി മാനുഫാക്ചറിങ്ങിന് വേണ്ടി കൊടുക്കുക. സോ നമുക്ക് രണ്ട് റിസോഴ്സ് നമ്മൾ പ്രോപ്പർലി, അതായത് ഈ ലാൻഡ് എന്ന് പറയുന്ന റിസോഴ്സിനെ നമ്മൾ ഈ രീതിയിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അതുപോലെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബോത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. സോ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞ റിസോഴ്സ് അലോക്കേഷൻ. അത് നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. റിസോഴ്സ് അലോക്കേഷൻ മീൻസ് ഡിസൈഡിങ് ഹൗ ദ അവൈലബിൾ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് പലതരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സിനെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ ആൻ എക്കണോമി ആർ സ്കേഴ്സ്. അതായത് നമുക്കറിയാം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും എന്താണ്, അൺലിമിറ്റഡ് ആണ്, പക്ഷെ നമ്മുടെ റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഈ അൺലിമിറ്റഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ ആൾട്ടർനേറ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഉണ്ടാക്കി നമ്മുടെ എക്കണോമി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. Okay, so every economy must decide how to allocate them among the production of different goods and services. ഇതിന്, അതായത് എപ്പോഴും ഒരു നല്ലൊരു എക്കണോമിയുടെ ഒരു സൂചന എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു അതോറിറ്റി, ഇപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ എക്കണോമി ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഗവൺമെന്റ് മനസ്സിലാക്കണം എങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള ഈ റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഗുഡ്സ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നത് മനസ്സിലാക്കുക. ക്ലിയർ? അതാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, അല്ലെങ്കിൽ PPS എന്ന് പറയും. ഓക്കെ, അതെന്താന്ന് നമുക്ക് നോക്കാം.
The production possibility set, or PPS, refers to all possible combinations of goods and services that an economy can produce using its available resources and existing technology. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട് അല്ലേ? ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പല കോമ്പിനേഷനിൽ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മുടെ രാജ്യത്തെ റിസോഴ്സസും അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പല കോമ്പിനേഷനിൽ നമുക്ക് എങ്ങനെ പലതരത്തിലുള്ള ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു കോമ്പിനേഷൻസിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലാൻഡ്, നമുക്കൊരു ലാൻഡ് ഉണ്ട്. ഓക്കെ, ഈ ലാൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ക്ലിയർ? നമ്മൾ ഇത്തരത്തിൽ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ അതിൻ്റെ ഏരിയ കുറച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് കൂടുതൽ മാനുഫാക്ചറിങ് നമുക്ക് കൊണ്ടുവരാം. അത് രണ്ടാമത്തെ പോസിബിലിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മാനുഫാക്ചറിങ് സെക്ടർ വളരുമ്പോൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി വളരും. അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാം. അങ്ങനെ പലതരത്തിൽ ഗുഡ്സ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ മാക്സിമം റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളാണ് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ 2 പ്രൊഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് കോണും മറ്റൊന്ന് കോട്ടണും. ഓക്കെ, നമ്മളിവിടെ മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാൻഡ് എന്ന് പറയുന്ന റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലേബർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 2 പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ പോവാം, കോണും കോട്ടണും. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കോണിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും ലീസ്റ്റ് ആക്കി വെച്ചിട്ട് കോട്ടണിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക. ഇത് ഒന്നാമത്തെ പോസിബിലിറ്റി. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കോൺ പ്രൊഡക്ഷൻ ഇല്ല, കോട്ടൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ബി എന്ന് പറയുന്ന പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, കോട്ടൺ 10 യൂണിറ്റ് അല്ലേ നമ്മൾ നിർമ്മിച്ചത്, അത് നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് 9 ആക്കിയിട്ട് 1 യൂണിറ്റ് കോണും കൂടെ ഉണ്ടാക്കി. 9 യൂണിറ്റ് കോട്ടണും 1 യൂണിറ്റ് കോണുമായി. അപ്പൊ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടിയേ. നമുക്ക് നേരത്തെ ഒറ്റ പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ, കോട്ടൺ മാത്രമല്ലേ കിട്ടിയുള്ളൂ. അത് ഇന്ന് കോട്ടൺ ശകലം കുറച്ചിട്ട് കോൺ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ നമുക്ക് കോണുമായി കോട്ടണുമായി. ഇനി മറ്റൊരു കോമ്പിനേഷൻ ഉണ്ട്, മൂന്നാമത്തെ പോസിബിലിറ്റി. അവിടെ എന്തോ ചെയ്യുന്നത്, വീണ്ടും കോട്ടൺ 9 യൂണിറ്റിൽ നിന്ന് 7 യൂണിറ്റ് ആക്കി കുറച്ചിട്ട് 2 യൂണിറ്റ് കോൺ നിർമ്മിച്ചു. അടുത്ത പോസിബിലിറ്റി എന്താണ്, ഈ 7 യൂണിറ്റ് എന്നുള്ള കോട്ടൺ വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് 4 ആക്കി, ഇവിടെ 2 യൂണിറ്റ് കോൺ എന്നുള്ളത് ഉയർത്തി 3 ആക്കി. ഓക്കെ, ലാസ്റ്റ് പോസിബിലിറ്റി അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 4 യൂണിറ്റ് കോൺ ഉണ്ടാക്കി, അത് കോൺ വർദ്ധിപ്പിച്ചു, എന്നിട്ട് ഈ 4 യൂണിറ്റ് കോട്ടൺ എന്നുള്ളത് കുറച്ചിട്ട് 0 യൂണിറ്റ് ആക്കി. ഓക്കെ, ഈ എ എന്ന് പറയുന്ന പോസിബിലിറ്റി, ഇ എന്ന് പറയുന്ന 2 പോസിബിലിറ്റി നോക്കിക്കേ, ഇവിടെ 2 സ്ഥലത്തും ഒരു പ്രൊഡക്റ്റിന്റെ മാത്രമേ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും 2 പ്രൊഡക്റ്റുകൾ, അതായത് 2 ഗുഡ്സ് സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. മനസ്സിലാവുന്നുണ്ട്? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനകത്ത് നമ്മൾ 2 അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റുകൾ ഓരോ പോസിബിലിറ്റിയിലും നമ്മൾ എങ്ങനെ നിർമ്മിക്കാൻ പറ്റുന്നു എന്നുള്ളതിന്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേനകത്ത് 10 യൂണിറ്റ് കോട്ടൺ, 0 യൂണിറ്റ് കോൺ. ഓക്കെ, രണ്ടാമത്തേനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റിലത്തേനകത്ത്, അതായത് ഇയിൽ വന്നിരിക്കുന്നത് എന്താണ്, 4 യൂണിറ്റ് കോണുണ്ട്, 0 യൂണിറ്റ് കോട്ടൺ, അത് പോയിന്റ് ഇയില്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ ഓരോ കോമ്പിനേഷൻസ് നമ്മൾ നോക്കുക ചെയ്യുന്നത്. ഇതിനകത്തിലെ ഏറ്റവും ബെറ്റർ കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു 3 യൂണിറ്റ് കോണും 4 യൂണിറ്റ് കോട്ടണോ. ഇപ്പൊ രണ്ടിന്റെയും പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ഒരു പോസിബിലിറ്റിയിലാണ് നിൽക്കുന്നത്. ഈ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബെറ്റർ ആണെന്നുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ഈക്വൽ ആണിത്.
ക്ലിയർ? ഇത് നമുക്ക് പറയേണ്ടത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നാണെന്നാണ്. നമുക്കതിലേക്ക് പോകാം. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് പഠിച്ചല്ലോ. ഈ ടേബിൾ ആണ് സെറ്റ്. ഓക്കെ, ഇനി എൻ്റെ ഫ്രോണ്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിനെ, ആ ടേബിളിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു കർവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് അതിൻ്റെ നമ്മൾ വരച്ച ടേബിളിന്റെ ഇതാണല്ലോ നമ്മുടെ ടേബിൾ 10, 9, 7, 4. ഈ ഒരു ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫായിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ എന്തായിരുന്നു? ഞാൻ ആ ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ നിന്ന് വരച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിൽ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടും നമുക്ക് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സിൽ നമുക്ക് കോട്ടൺ കൊടുക്കാം, വൈ ആക്സിസിൽ നമുക്ക് കോൺ കൊടുക്കാം, സോറി തിരിച്ചു കൊടുക്കാം. കോൺ, കോട്ടൺ. ഓക്കെ, ആദ്യം നോക്കിയാൽ പോസിബിലിറ്റി എയിൽ എന്തായിരുന്നു വന്നിരുന്നത്? കോണിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 0. ഓക്കെ, 1, 2, 3, 4 ഇങ്ങനെ പോകുന്നു. ഇത് 1, അങ്ങനെ നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പൊ നോക്കിയാൽ ആദ്യം കോണിന്റെ പ്രൊഡക്ഷൻ 0 ആയ, അപ്പൊ ഇവിടെ കോണല്ലേ, അത് 0. ഓക്കെ, കോട്ടൺ എത്രയാണ്? 10. അപ്പോൾ കോട്ടൺ ഇത്, അത് ഒന്നാമത്തെ എ എന്ന് പറയുന്ന പോസിബിലിറ്റി. ഓക്കെ, അടുത്ത എന്താണ്? ബി പോസിബിലിറ്റിയിൽ എന്താ വരുന്നത്? കോണിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പോൾ കോണിന്റെ പ്രൊഡക്ഷൻ ഇവിടെ നിൽക്കും. കോട്ടന്റെ പ്രൊഡക്ഷൻ എത്രയാണ്? 9. അപ്പോൾ ഇവിടെ വരും. അപ്പം ഇതും കൂടെ വരുന്ന പോയിന്റ് ബി. ഓക്കെ, അടുത്ത സി എന്ന് പറയുമ്പോൾ എന്താണ്? കോണിന്റെ പ്രൊഡക്ഷൻ എത്ര വരുന്നത്? 2ൽ വരും. ഓക്കെ, ഇവിടെ വരും. പിന്നെ ഇത് 7 വരും. അപ്പോൾ ഇത് 9, 7 വരാം, സി വരും. ഓക്കെ, അടുത്തത് 3ഉം 4ഉം. ഇത് ഡി, ഇത് ഇ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് ഈ ഒരു ഗ്രാഫ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഈസ് ദ കർവ് ജോയിനിങ് ഓൾ ദ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ്. ഈ കോമ്പിനേഷൻസിനെ എല്ലാം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, an economy can produce by fully and efficiently utilizing its available resources with the existing level of technology. അതായത് നമ്മളുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും നമ്മൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട്, നമ്മളുടെ എക്സിസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല പല കോമ്പിനേഷനിൽ ആൾട്ടർനേറ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നിർമ്മിക്കും. അതിന്റെ കോമ്പിനേഷൻസിനെ നമ്മളൊരു കർവായിട്ട് വരയ്ക്കുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് മനസ്സിലായല്ലോ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ മനസ്സിലായല്ലോ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് നമ്മളുടെ റിസോഴ്സസ് സ്കേഴ്സ് ആണ്. ആ സ്കേഴ്സ് റിസോഴ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിച്ച് ഉപയോഗിക്കുക. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് മാത്രം നമുക്ക് അൺലിമിറ്റഡ് നിർമ്മിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് അത് പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കോണും കോട്ടൺ നമ്മൾ എടുത്തു അല്ലെ, കോണ് കോട്ടൺ. ഓക്കെ, ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ കോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്താകും? അവർക്ക് ബുദ്ധിമുട്ടാകും. സോ ആൾട്ടർനേറ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് നിർമ്മിക്കണം. അതിനുവേണ്ടി പോസിബിൾ കോമ്പിനേഷൻസ് കണ്ടെത്തുക. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെയും സെറ്റിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഈ ഒരു NCERT ലെവലിലേക്ക് മാത്രമല്ല, നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും അതിനകത്ത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്താന്ന് നോക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ വാല്യൂ ഓർ ക്വാണ്ടിറ്റി ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഇസ് സാക്രിഫൈസ്ഡ് വെൻ a ചോയ്സ് ഇസ് മെയ്ഡ്. അതായത് നമുക്ക് 2 ചോയ്സ് തരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് കാണിക്കാം. ഇവിടെ നോക്കിയേ,
രണ്ട് ചോയ്സ് ഉണ്ട്. ചോയ്സ് എ ഉണ്ട്, ചോയ്സ് ബി ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ എ ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു സ്പെൻഡ് 3 hours സ്റ്റഡിങ്. അതായത് ഒന്നാമത്തെ ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മണിക്കൂറുണ്ട്, നിങ്ങൾ ആ 3 മണിക്കൂർ പഠിക്കുകയാണ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സ്പെൻഡ് 3 hours പ്ലേയിങ് എ ഗെയിം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ചോയ്സ് നിങ്ങൾക്ക് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മണിക്കൂർ ഗെയിം കളിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോയ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 മണിക്കൂറുണ്ട്, 3 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാം. രണ്ടാമത്തെ ചോയ്സ് നിങ്ങൾക്ക് 3 മണിക്കൂറുണ്ട്, ഗെയിം കളിക്കാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോയ്സ് എ ആണ് നിങ്ങൾ എടുത്തത്, മതി എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഈ 3 മണിക്കൂർ പഠിക്കുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറത്തെ ഗെയിമിംഗ് ആയിരുന്നു നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്, അല്ലേ? 3 മണിക്കൂറത്തെ എന്റർടൈൻമെന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. കാരണം എന്താ? 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനാണ് ചെലവഴിച്ചത്. സോ നിങ്ങൾ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മറ്റൊരു ഓപ്ഷൻ സാക്രിഫൈസ് ചെയ്തു. ആ സാക്രിഫൈസ് ചെയ്തതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനിയിപ്പോ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന വിചാരിച്ചു, 3 മണിക്കൂർ നിങ്ങൾ ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ എന്താണ്? 3 മണിക്കൂറത്തെ പഠനമാണ് നിങ്ങൾ ഒഴിവാക്കിയത്. അതായത് നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുന്നില്ല, പകരം 3 മണിക്കൂർ ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 3 മണിക്കൂറത്തെ പഠനം നിങ്ങൾ ഒഴിവാക്കി. അപ്പം ഗെയിം കളിക്കാൻ 3 മണിക്കൂർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തത് വഴി നിങ്ങൾ പഠിക്കാനുള്ള 3 മണിക്കൂർ ആണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത്. അതിന്റെ വാല്യൂവിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ opportunity cost is the value of the next best alternative that you give up when you make a choice. നിങ്ങളൊരു ചോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓപ്ഷന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് വൺ ഗുഡ് ദാറ്റ് മസ്റ്റ് ബി ഫോർഗോൺ ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ്. അതായത് നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സാധനത്തിന്റെ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിനകത്ത് നമുക്കത് പറയാം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബാക്കി നമുക്ക് തുടർന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഞാൻ മുമ്പേ പറഞ്ഞ കോമ്പിനേഷൻസാ നമ്മൾ പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, അതാണ് പറയുന്നത്. അതായത് കോമ്പിനേഷൻ എയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 യൂണിറ്റ് കോണായിരുന്നു, 10 യൂണിറ്റ് കോട്ടൺ. ഓക്കെ, ബി വന്നപ്പോഴത്തേക്ക് 1 9 ആയി. ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനത് ഈ ഒരു ടേബിള് അപ്പുറത്തെ ഒരു ടേബിളായിട്ട് അനലൈസ് ചെയ്ത് പറയാം. ഇവിടെ നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോഴത്തേക്ക്, അതായത് കോമ്പിനേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ എന്താ മാറ്റം വന്നത്? 0 എന്ന് പറഞ്ഞ 1 ആയി, 10 എന്ന് പറയുന്നത് 9 ആയി. അതായത് ഇവിടെ ഒരു കോട്ടൺ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു, ഇല്ലേ? 10 എന്ന് പറയുന്ന 10 യൂണിറ്റ് കോട്ടൺ നമ്മൾ നിർമ്മിച്ചത് ഒരെണ്ണം അങ്ങ് കളഞ്ഞ്, ഒരെണ്ണം വേണ്ടാന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് അങ്ങ് വേണ്ട, നമുക്ക് ഒരു യൂണിറ്റ് കോട്ടൺ കുറച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു യൂണിറ്റ് കോൺ കൂടുതൽ ഉണ്ടാക്കാം. അപ്പോൾ കോൺ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കി, ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം ഒരു യൂണിറ്റ് കോട്ടൺ ആണ് നമ്മൾ സാക്രിഫൈസ് ചെയ്തത്. അതാണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് അഡീഷണൽ ഒരു കോൺ അഡീഷണൽ ഒരു യൂണിറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് കോട്ടൺ നമ്മൾ സാക്രിഫൈസ് ചെയ്തു. അതല്ലേ ഇവിടെ കാണുന്നത്. ഇവിടെ 0 കോൺ ആണോ, അത് നമ്മൾ 1 ആക്കി. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 യൂണിറ്റ് കോട്ടണിൽ നിന്ന് ഒരു യൂണിറ്റ് കോട്ടൺ നമ്മൾ കുറച്ചു. ക്ലിയർ? ഇവിടെ അടുത്ത് നോക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ ഇവിടെ 2 യൂണിറ്റ് ആണ് നമ്മൾ സാക്രിഫൈസ് ചെയ്തത്, അല്ലെ? 2 യൂണിറ്റ് കോട്ടൺ സാക്രിഫൈസ് ചെയ്തു. അപ്പൊ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ, അല്ലെ? അടുത്ത സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോക്കിയേ, സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ 7ൽ നിന്ന് 4 എത്തി, അതായത് 3 യൂണിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്തു. 3 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 യൂണിറ്റ്. ഓക്കെ, അതുപോലെ ഡിയിൽ നിന്ന് ഇയിലേക്ക് വരുമ്പോൾ 4 കോട്ടൺ ഉണ്ടായിരുന്നു, 4 യൂണിറ്റ് ഉണ്ടായിരുന്നു, അത് 0 ആയിട്ട് മാറി. അതായത് 4 യൂണിറ്റ് നമ്മൾ കോട്ടൺ സാക്രിഫൈസ് ചെയ്തു. അതാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതും നമ്മളുടെ പ്രൊഡക്ഷനകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ആ ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഓക്കെ, നമ്മൾ എത്ര യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തിട്ട് വേണം മറ്റൊരു
പ്രൊഡക്റ്റിന്റെ എത്ര യൂണിറ്റ് നിർമ്മിക്കാൻ എന്നുള്ളത് വളരെ സുപ്രധാനമായ തീരുമാനമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഫുഡ് ഷോർട്ടേജ് വരികയാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഒരു ഫുഡ് ഷോർട്ടേജ് വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ ഓക്കെ ഫുഡ് ഷോർട്ടേജ് വന്നിരിക്കുന്ന സമയമാണ്. ഓക്കെ, നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് 1000 കിലോ റൈസ് ഉൽപ്പാദിപ്പിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കാറ് മാനുഫാക്ചർ ചെയ്യാം. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? കാറിന്റെ നമ്മൾ കുറയ്ക്കും. നമ്മൾ കാറിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഇപ്പൊ 1000 യൂണിറ്റ് കാറാണ് നമ്മൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അത് നേരെ 500 ആക്കിയിട്ട് ബാക്കി റിമൈനിങ് അരിയുടെ അളവ് നമ്മൾ കൂട്ടും. അതായത് 500 യൂണിറ്റ് കാറിന്റെ പ്രൊഡക്ഷൻ നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ അരിയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്ന വഴി ഫുഡ് ഷോർട്ടേജ് നമുക്ക് മറികടക്കാം. ക്ലിയർ? ഇനി നമുക്ക് എക്കണോമിയെ കുറിച്ച് പഠിക്കാം. 2 തരത്തിലുള്ള എക്കണോമി ഉണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കമാൻഡ് എക്കണോമി ആൻഡ് മാർക്കറ്റ് എക്കണോമി. രണ്ടും നമുക്ക് നോക്കാം. നമുക്കിനി ടൈപ്സ് ഓഫ് എക്കണോമിയെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്താണ് ദ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി എന്ന് പറയും. ഓക്കെ, നമുക്ക് എന്താന്ന് നോക്കാം. A centrally planned economy, also called command economy, is an economic system in which the government or the central planning authority takes all the major economic decisions. Okay, സെൻട്രലി പ്ലാൻഡ് എക്കണോമി നമുക്ക് പേരിൽ തന്നെ അറിയാൻ പറ്റും അല്ലെ? സെൻട്രലി പ്ലാൻഡ്, അതായത് നമുക്ക് എന്തായാലും ഒരു അതോറിറ്റി ഉണ്ടാകും. ദാറ്റ് അതോറിറ്റി വിൽ ബി ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ പ്രൈം അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ആ സെൻട്രലി പ്ലാൻഡ് എക്കണോമിക് സിസ്റ്റത്തിനകത്ത് എക്കണോമിക് ഡിസിഷൻസ്, എല്ലാവിധ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഡിസിഷൻസും എടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ പ്രൈവറ്റ് ഫേംസ് ഡിസൈഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ദീസ് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, ഇവിടെ ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക്, പ്രൈവറ്റ് എൻറ്റിറ്റികൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. ഒരു രാജ്യത്ത് എന്തൊക്കെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന മുഴുവൻ ആരാണ്? ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. ഓക്കെ, നമ്മൾ തുടക്കകാലത്ത് USSR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രലി പ്ലാൻഡ് അല്ലെ കമാൻഡ് എക്കണോമിയുടെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യം, നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം സെൻട്രൽ എക്കണോമി, സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി ഫോം ചെയ്യുന്നത്. അവിടെ എന്തില്ല? ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക്, ഇപ്പം എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. കാരണം അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഗവൺമെന്റ് കൺട്രോൾസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അവിടുത്തെ എല്ലാവിധ എക്കണോമിക് ആക്ടിവിറ്റി എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, എക്കണോമിക് ആക്ടിവിറ്റി എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, അതുപോലെ എക്സ്ചേഞ്ച്, ദാറ്റ് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ്, ദാറ്റ് ഈസ് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ കൺസംഷൻ. ഓക്കെ, ഇത്രയും, അതായത് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ, ഇത്രയും ആക്ടിവിറ്റീസും ഫുള്ളി കൺട്രോൾഡ് ബൈ ആരാണ്? ഗവൺമെന്റ് ആണ്. ആൻഡ് ഗവൺമെന്റ് ഡിസൈഡ്സ് റിസോഴ്സ് അലോക്കേഷൻ. ഏതൊക്കെ റിസോഴ്സുകൾ ഏതൊക്കെ ലെവലിലേക്ക് അലൊക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അവിടുത്തെ ലാൻഡ് ആയിക്കോട്ടെ അല്ലെ ലേബർ ആയിക്കോട്ടെ, എന്ത് റിസോഴ്സ് ആണെങ്കിലും ശരി, അതെല്ലാം പ്രവർത്തിക്കുന്നത് ആരുടെ തീരുമാനം അനുസരിച്ചാണ്? ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചാണ്. ദ ഗവൺമെന്റ് ഡിസൈഡ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ആളുകളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ എത്തണം അല്ലെങ്കിൽ എത്രമാത്രം എത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? അത് ഗവൺമെന്റ് ആണ്. ദാറ്റ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ആൻഡ് ഫോക്കസ് ഓൺ സോഷ്യൽ വെൽഫെയർ അൺലൈക്ക് എ മാർക്കറ്റ് എക്കണോമി വെയർ പ്രൊഡ്യൂസേഴ്സ് മെയിൻലി സീക്ക് എ പ്രോഫിറ്റ്. എ സെൻട്രൽ പ്ലാൻഡ് എക്കണോമി ഫോക്കസസ് ഓൺ സോഷ്യൽ വെൽഫെയർ. അതായത് ഇവരുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഫോക്കസിങ് ഓൺ സോഷ്യൽ വെൽഫെയർ. അതായത് ഈ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അവര് പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടത്തുന്ന, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന എല്ലാം
എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു പകുതി സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആണ്, പകുതി അതുപോലെ തന്നെ മാർക്കറ്റ് എക്കണോമിയും ആണ്. രണ്ടിൻ്റെയും കൂടെ മിക്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പാവപ്പെട്ട ജനങ്ങൾക്ക് 1 രൂപയ്ക്ക് അരി അല്ലേ, 1 രൂപയ്ക്ക് നമുക്ക് റൈസ് ലഭ്യമാക്കുന്നുണ്ട് റേഷൻ കട വഴി അല്ലേ. അത് എന്തിന്റെ പ്രത്യേകതയാണ്? ഈ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ പ്രത്യേകതയാണ്. അവിടെ സോഷ്യൽ വെൽഫെയർ ആണ് നോക്കുന്നത്. 1 രൂപയ്ക്ക് അരി, അതുപോലെ തന്നെ 2 രൂപയ്ക്ക് പഞ്ചസാര, ഇങ്ങനെയുള്ള റേഷൻ കട വഴി, സപ്ലൈകോ വഴി സാധനങ്ങളും സേവനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുക, അതുവഴി ഒരു സോഷ്യൽ വെൽഫെയർ സാധ്യമാക്കുക എന്നുള്ളത് ഈ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക. മാർക്കറ്റ് എക്കണോമി ആണെങ്കിലോ അവിടെ എന്ത് നോക്കിയിട്ടാണ്? അവിടെ സാധനങ്ങളും സേവനങ്ങളും മാർക്കറ്റിൽ എത്തുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മാർക്കറ്റ് എക്കണോമി. നമ്മൾ പഠിക്കാൻ പോകുന്ന മാർക്കറ്റ് എക്കണോമി. സോ മാർക്കറ്റ് എക്കണോമി ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ ദ മാർക്കറ്റ് റാദർ ദാൻ ബൈ ദ ഗവൺമെന്റ്. ഇവിടെ ആരാണ് തീരുമാനിക്കുന്നത്? പ്രൈവറ്റ് ആണ്. ഓക്കെ, പ്രൈവറ്റ് ആണ്. ഏത് വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? മാർക്കറ്റ് വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ഡിസിഷൻസ് ഇല്ല, ഗവൺമെന്റ് യാതൊരു തീരുമാനവും എടുക്കുന്നില്ല, എല്ലാം തീരുമാനിക്കുന്ന ഈ പ്രൈവറ്റ് കമ്പനീസ് ആണ്. ഓക്കെ, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇതെല്ലാം കൺട്രോൾഡ് ആരുടെ കൺട്രോളിലാണ്? അത് പ്രൈവറ്റ് പാർട്ടീസിന്റെ കൺട്രോളിലാണ്. In this system, buyers and sellers interact freely and decisions regarding what to produce, how to produce and for whom to produce are mainly determined by the market forces, demand and supply. അതായത് ഇവിടെ എന്ത് സാധനം നിർമ്മിക്കണം, എന്ത് സാധനം എങ്ങനെ നിർമ്മിക്കണം, ആർക്ക് വേണ്ടി നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുന്നതെല്ലാം ആരാണ്? പ്രൈവറ്റ് പാർട്ടീസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ആർക്ക് വേണമെങ്കിലും ബിസിനസ് തുടങ്ങാം. അത് മാർക്കറ്റ് എക്കണോമി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് തന്നെ അതിന്റെ വില നിശ്ചയിക്കാം, അവർക്ക് തന്നെ പ്രൊഡക്റ്റ് എത്തിക്കാം. അതായത് ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവരണമെന്ന് അവർക്ക് തീരുമാനിക്കാം. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുമ്പോൾ അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് എത്തുന്നു, പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ എത്തും. ഓക്കെ, പ്രൊഡക്റ്റ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ പ്രൈസ് വർദ്ധിപ്പിക്കാം. കാരണം കൂടുതൽ ആളുകൾ വാങ്ങുന്നത് കാണുമ്പോൾ ഒരു പക്ഷെ അവർക്ക് പുതിയ പ്രൊഡക്റ്റ് ഇറക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ വേരിയൻസ് ഇറക്കാം, അല്ലെങ്കിൽ പ്രൈസ് കൂട്ടാം. ഇങ്ങനെയുള്ള എല്ലാ ഡിസിഷൻസും അവർക്ക് എടുക്കാൻ പറ്റും. അതാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നമുക്ക് പരിഗണിക്കാമെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. മാർക്കറ്റ് എക്കണോമിയുടെ എക്സാമ്പിൾ ആണ് നമ്മളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയാൽ മതി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു 5 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോയി ട്രീറ്റ്മെന്റ് എടുക്കാം, ഇല്ല, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ കൺസൾട്ടിങ് ഫീസ്, അവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ്, അവിടുത്തെ ചെക്കപ്പിന്റെ ചാർജ്, ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് തീരുമാനിക്കുന്നത്. നമുക്കൊരിക്കലും ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽസ് ആര് പറയുന്ന അനുസരിച്ച് ചെയ്യുക. അതാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? മാർക്കറ്റ് ഫോഴ്സസ് അനുസരിച്ച് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീഡം ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാങ്ങുന്നവർക്കും അതുപോലെ സെല്ലറിനും ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും. പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. പ്രൈസ് മെക്കാനിസം, പ്രൈസ് തീരുമാനിക്കുന്ന ആരാണ്? ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആണ് തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാർക്കറ്റ് എക്കണോമി അമേരിക്കയിലൊക്കെ പണ്ട്, നമ്മുടെ USA മാർക്കറ്റ് എക്കണോമി ആയിരുന്നു നിലനിരുന്നത്. പക്ഷെ അവിടുത്തെ ഇപ്പോൾ അവരൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ചില ഇഷ്യൂസ് കാരണം US ഇപ്പോൾ എന്തായി? മിക്സഡ് എക്കണോമി ആയി. അതായത് കമാൻഡ് എക്കണോമി, അതുപോലെ തന്നെ മാർക്കറ്റ് എക്കണോമി, കമാൻഡ് എക്കണോമിയുടെയും മാർക്കറ്റ് എക്കണോമിയുടെയും പോസിറ്റീവ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ മിക്സഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇന്ത്യയിൽ മിക്സഡ് എക്കണോമിയാണ്. ക്ലിയർ? അടുത്ത 2 ഭാഗമാണ് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഇത് രണ്ടും ഡെഫിനേഷൻ നോക്കാം, എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഫാക്ട്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ്. അതായത് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്റ്റിന്റെ പുറത്ത് ഒരു പഠനം നടത്തി, അല്ലെങ്കിൽ ഒരു ഫാക്ട് ഷീറ്റ്, ഒരു ഇൻഫർമേഷന്റെ പുറത്ത് നമ്മൾ എക്കണോമിക് ഡിസിഷൻസ് തീരുമാനിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമിക്സിന് പറയുന്ന പേരാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആൻ എക്കണോമി വർക്ക്സ്,
ഹൗ എക്കണോമിക് പോളിസീസ് ഫങ്ഷൻ, വാട്ട് ഹാപ്പൻസ് വെൻ എക്കണോമിക് വേരിയബിൾസ് ചേഞ്ച്. അതായത് എക്കണോമി എങ്ങനെ പ്രവർത്തിക്കണം, എക്കണോമിക് പോളിസീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അതുപോലെ തന്നെ എക്കണോമിക് വേരിയബിൾസിനകത്ത് ചേഞ്ചസ് ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ആധികാരികമായ പഠനമാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാക്റ്റ് ആണ് അവർ പരിശോധിക്കുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് സ്റ്റഡീസ് എക്കണോമിക് ഫാക്ട് ആൻഡ് എക്സ്പ്ലെയിൻസ് ഹൗ ദ എക്കണോമിക് ഫങ്ഷൻസ് വിത്തൗട്ട് മേക്കിംഗ് വാല്യൂ ജഡ്ജ്മെന്റ്സ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ട് പരിശോധിച്ചിട്ട് അതനുസരിച്ച് എക്കണോമിക് ഡിസിഷൻ എടുക്കുന്നു. അതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ GDP ഗ്രൂ ബൈ 6.5%. ഇപ്പൊ നമ്മുടെ GDP-യിൽ 6.5% വളർച്ച ഉണ്ടായെന്ന് നമ്മൾ പറയുന്നു. ഇറ്റ്സ് എ ഫാക്ട്. അതിന്റെ ബേസിൽ നമ്മൾ എക്കണോമിക് ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് എക്കണോമിക്സ്. An increase in petrol prices reduce demand for petrol. Higher interest rate reduce borrowing. Inflation increases the general price level. A rise in taxes reduce disposable income. These are all fact. ഇതെല്ലാം ഫാക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് നമ്മൾ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഡിസ്പോസിബിൾ ഇൻകം ഡിസ്പോസിബിൾ ഇൻകം കുറയുന്നു ടാക്സിന്റെ നിരക്ക് കൂട്ടുമ്പോൾ. ഇതൊരു ഫാക്റ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാല്യൂ ജഡ്ജ്മെന്റ് ആൻഡ് ഒപ്പീനിയൻസ്. അതായത് ഇവിടെ ഒരു നമ്മളൊരു ഒപ്പീനിയൻ പറയുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഫാക്റ്റ് നോക്കാതെ നമ്മൾ ഇന്ന തീരുമാനം എടുത്താൽ ഭാവിയിൽ ഇതായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള ഒരു ജഡ്ജ്മെന്റിന്റെ പുറത്ത് നമ്മൾ എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റഡീസ് വെദർ ആൻ എക്കണോമിക് പോളിസി ഈസ് ഡിസൈറബിൾ, വെദർ ആൻ ഔട്ട്കം ഈസ് ഗുഡ് ഓർ ബാഡ് ഫോർ സൊസൈറ്റി, വാട്ട് ഷുഡ് ബി ഡൺ ടു ഇംപ്രൂവ് എക്കണോമിക് വെൽഫെയർ. എക്കണോമിക് വെൽഫെയർ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വാട്ട് ഷുഡ് ബി നമ്മൾ പറയത്തില്ലേ, സജഷൻസ്. അതിനെയാണ് നമ്മൾ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. So normative economics is a branch of economics that evaluate economic policies and outcomes based on the value judgment and suggest what ought to be done. എന്ത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശരിയാകും എന്ന് പറയുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാക്ട് ഷീറ്റിന്റെയും ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന എക്കണോമിക് ഡിസിഷൻസിനെ കുറിച്ചുള്ള പഠനമാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഗവൺമെന്റ് ഷുഡ് റെഡ്യൂസ് പോവർട്ടി. നമ്മൾ പറയുകയാണ് ഗവൺമെന്റ് പോവർട്ടി റെഡ്യൂസ് ചെയ്യണം. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്രീ ഫോർ ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിക്കും, എഡ്യൂക്കേഷൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഫാക്ട് ഷീറ്റ് ഇല്ല. പക്ഷെ നമ്മൾ പറയുകയാണ് എഡ്യൂക്കേഷൻ ഫ്രീ ആയാൽ ഇങ്ങനെ ആയിരിക്കും ഗുണം. മേ ബി ഇറ്റ് ഈസ് കറക്റ്റ് ഓർ റോങ്. ടാക്സസ് ഓൺ ലക്ഷറി ഗുഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. അതായത് ലക്ഷറി ഗുഡിന്റെ ടാക്സ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും. ഇത്തരത്തിലുള്ള സജഷൻസും ഒപ്പീനിയൻസും നമ്മൾ പറയുന്നതിനെയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ NCERT ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? റിസോഴ്സ് അലോക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ആ കർവിനെ കുറിച്ചും നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ നമ്മൾ PPSന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ പലതരത്തിലുള്ള എക്കണോമി, കമാൻഡ് എക്കണോമി, അതുപോലെ തന്നെ മാർക്കറ്റ് എക്കണോമി, പിന്നെ പോസിറ്റീവ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ PDF നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ബെനിഫിറ്റ് ആവും. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പിന്നെ ജെന്യുവിൻ ഒപ്പീനിയൻസ് കമൻ്റായിട്ട് പറയുക. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം, താങ്ക് യു.